മക്കളെ S1 S3 എക്സാമിന്റെ ടൈം ടേബിൾ വന്നു. അപ്പൊ ഇനി നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, പഠിക്കുക. ഓക്കെ, ഇപ്പോ S3 എക്സാം നവംബറിലാണ്, S1 എക്സാംസ് വരുന്നത് ഡിസംബറിലാണ്. അപ്പോൾ S3കാരോട് പറയാനുള്ളത്, ഇനി നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു 2 ആഴ്ചയൊക്കെ പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഓരോ എക്സാമിനും എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പോഴേ നമുക്ക് എല്ലാ മോഡ്യൂൾസും കവർ ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് വേണം എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സബ്ജക്റ്റിന്റെ റെക്കോർഡഡ് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ ലെഡിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ ഏത് മോഡ്യൂളിന്റെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സസ് അതിനകത്ത് നിന്ന് പിക്ക് ചെയ്ത് എടുത്ത് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അതല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് വളരെയധികം ടഫാണ്, നമുക്കൊരു പേഴ്സണൽ മെന്ററോട് ഒപ്പം പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ ട്യൂഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ലേണിനോ കോൺടാക്ട് ചെയ്യാം. നമ്മൾ 1-to-1 ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവസാന നിമിഷത്തേക്ക് വെക്കരുത്. കാരണം പിന്നെ നമുക്ക് ഒരു 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 3 ദിവസം കൊണ്ടൊക്കെ കംപ്ലീറ്റ് മോഡ്യൂൾസ് പഠിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് സമയമുണ്ട്, അപ്പൊ ആലോചിക്കുക. അതേപോലെ തന്നെ S1 സ്റ്റുഡൻസിനോടും പറയുകയാണ്, ഡിസംബറിലാണ് എക്സാം വരുന്നത്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളും പ്രിപ്പറേഷൻസ് പ്ലാൻ ചെയ്യുക. ഏതെങ്കിലും സബ്ജക്ട് നിങ്ങൾക്ക് ടഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അത് കംപ്ലീറ്റ് S1 അല്ലാതെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സബ്ജക്റ്റ് ആയിട്ടും അവൈലബിൾ ആണ്. അപ്പൊ അത് ജോയിൻ ചെയ്യാം. അതല്ല 1-to-1 ട്യൂഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിലും ജോയിൻ ചെയ്യാം. അപ്പോൾ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക.